we can discuss about biosensors in this pharmaceutical biotechnology യൂണിറ്റ് 1 ഒരു തേർഡ് ടോപ്പിക് എന്നുള്ള രീതിയിൽ വരുന്ന ഒരു പോർഷനാണ് ബയോസെൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ, പ്രിൻസിപ്പിൾ, കമ്പോണൻസ്, ടൈപ്സ് ഓഫ് സെൻസേഴ്സ്, ഇറ്റ്സ് വർക്കിംഗ്, അഡ്വാൻറ്റേജസ് ആൻഡ് അപ്ലിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുന്നേ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ നിങ്ങളെ സീനിയേഴ്സിന് ചോദിച്ചിട്ടുള്ള, യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ബയോസെൻസേഴ്സും ടൈപ്സ് ഓഫ് ബയോസെൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ. അപ്പോൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ് എന്നുള്ളത് ഒന്ന് അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ടോപ്പിക്കിലോട്ട് കടക്കുന്നത്. ആ ഒരു ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കണം. ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, കമ്പോണൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ടൈപ്സ് ഓഫ് സെൻസേഴ്സ് യൂസ്ഡ് ഇൻ ബയോസെൻസേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ അപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. So let's start with the definition. What is biosensors? There are two definitions. First one is biosensors are defined as independently integrated receptor transducer device which is capable of providing selective, quantitative or semi-quantitative analytical information using biological recognition element. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ എന്തോ ഒരു സംഗതിയാണെന്നൊന്നും വിചാരിക്കേണ്ട. അതൊരു കൺസെപ്റ്റ് കുറച്ച് വലിയ സംഗതി തന്നെയാണ്. പക്ഷേ ഡെഫിനിഷന് ഈ ഒരു പേര് കേൾക്കുന്ന പോലെ സംഗതിയായിട്ടൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഇവിടെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട സംഗതി ഇത്രയാണ്. ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഇതിൽ രണ്ട് പാർട്സുകളുണ്ട്. ഒരു ബയോളജിക്കൽ പാർട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു റിസപ്റ്റർ പാർട്ടുണ്ട്. രണ്ടാമതൊരു ട്രാൻസ്ഡ്യൂസർ പാർട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ ഡെഫിനിഷനും കൂടി പറയുമ്പോൾ ആ ബയോസെൻസേഴ്സ് എന്താണെന്നുള്ളതിന് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. ബയോസെൻസേഴ്സ് ആർ അനലിറ്റിക്കൽ ഡിവൈസ് which incorporate a biological or biological derived recognition element to detect a specific bioanalyte which is integrated with the transducer to convert biological signal into electrical signal. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് പാർട്ടുകളുണ്ട്. ഒരു ബയോളജിക്കൽ പാർട്ടുമുണ്ട്, ഒരു ട്രാൻസ്ഡ്യൂസർ പാർട്ടുമുണ്ട്. ഇപ്പോൾ ഒരു ബയോളജിക്കലായിട്ടുള്ള അനലൈറ്റ്സിനെ അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബയോളജിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു റെക്കഗ്നീഷൻ എലമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് അനലൈറ്റുമായിട്ട് ഈ റെക്കഗ്നീഷൻ എലമെൻറ്റ് റിയാക്ട് ചെയ്യുകയും ഒരു സിഗ്നൽ അവിടെ ഉണ്ടാവുകയും ചെയ്യും, ഒരു എനർജി അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ ഹീറ്റാവാം, ഹീറ്റാവാം, ഏതെങ്കിലും ഒരു റിയാക്ഷൻ ആയിരിക്കാം, pH ചേഞ്ച് ആയിരിക്കാം, ഇങ്ങനെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതാണ് ഒരു ബയോളജിക്കൽ പാർട്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള എനർജീനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ട ഒരു ട്രാൻസ്ഡ്യൂസറും കൂടിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു അനലറ്റിക്കൽ ഡിവൈസിനെയാണ് ബയോസെൻസർ എന്ന് പറയുന്നത്. Now let's see what are the characteristics of an biosensor. A biosensor should be highly specific, which means നമ്മളിപ്പോൾ അനലൈറ്റ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം. ഓക്കെ, അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് തരുന്ന സാമ്പിളിൽ അനലൈറ്റ് അല്ലാത്ത ഇൻ്റർഫിയറിങ് കെമിക്കൽസുകളോ ഫോറിൻ മെറ്റീരിയൽസുകളോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അനലൈറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് അതുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഹൈലി സ്പെസിഫിക് ടുവാർഡ്സ് ദ അനലൈറ്റ്. നൗ സെക്കൻഡ് വൺ ഈസ് there will be a reaction. So the reaction used should be independent of manageable factor like pH, temperature, stirring. ഇപ്പോൾ സാധാരണ ഏത് റിയാക്ഷൻ നടക്കുന്ന സമയത്തുണ്ടാകുന്ന pH ചേഞ്ച്, ടെമ്പറേച്ചർ അല്ലെങ്കിൽ സ്റ്റിർ ചെയ്യുന്നതിന് കൊണ്ടൊക്കെ എഫക്റ്റ് കൊണ്ട് ഈ റിയാക്ഷൻ നടക്കാതിരിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ നടക്കാനോ പാടില്ലാത്ത രീതിയിലുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കണം ബയോസെൻസേഴ്സിൽ നടക്കേണ്ടത്.
And third characteristic is the response should be linear. That means as the concentration of analyte increase, its response also should increase. അതൊരു ലീനിയർ ആയിരിക്കണം. അനലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന റെസ്പോൺസും അതിനനുസരിച്ച് കൂടുതൽ കിട്ടണം എന്നുള്ളത്. Now fourth characteristic is sensitivity, which means sensor should have a capacity to detect even low concentration of analyte. എത്രയും മൈന്യൂട്ട് ലോ കോൺസെൻട്രേഷൻ വരെയുള്ള അനലൈറ്റിനെയും ഡിറ്റക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതായിരിക്കണം ഒരു ബയോസെൻസേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സം കമ്പാറ്റബിൾ, അതായത് ഇറ്റ് മസ്റ്റ് ബി ടൈനി ആൻഡ് ബയോ കോമ്പാറ്റബിൾ. വലിയൊരു മെഷീൻ ആവാൻ പാടില്ല, നമുക്ക് വളരെ എളുപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ക്യാരി ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ബയോ കോമ്പാറ്റബിൾ, ചിലപ്പോൾ നമുക്ക് ബോഡിയുടെ അകത്ത് യൂസ് ചെയ്യേണ്ട ബയോ സെൻസേഴ്സുകളാണെങ്കിൽ റിയാക്ഷൻസ് ഇല്ലാത്തതായിരിക്കണം. It should be cheap, small and easy to use and capable of repeated use. Disposable അല്ലാത്ത സാധനങ്ങൾ നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. And it should have stability, should give maximum response over the period of time. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മാത്രം ബയോസെൻസേഴ്സ് അതിൻ്റെ റെസ്പോൺസ് തന്നാൽ പോരാ, ഓവർ പീരിയഡിൽ അത് യൂസ് ചെയ്യുന്ന കാലത്തോളത്തോളം അതിൻ്റെ സ്റ്റെബിലിറ്റി, അതിന് റെസ്പോൺസ് തന്നുകൊണ്ടിരിക്കണം. So these are the different characteristics of an biosensors. Now coming to components of biosensors, one of the important portion of the biosensors. As I mentioned before, there are two major parts, one biological component and second one is transducer device. So what is the function of biological component? These are used for sensing the presence as well as concentration of the analyte. ബയോളജിക്കൽ കമ്പോണൻ്റ് ആണ് നമുക്ക് അനലൈറ്റിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു റിസൾട്ട് തരേണ്ടത്. അത് ക്വാളിറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പ്രസൻസ് ഓർ ആബ്സെൻസ് ഉണ്ട് എന്ന് നമുക്ക് ഒരു റിസൾട്ട് തരണം. അതല്ല ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ഇത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് തരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടുണ്ട്, ബയോളജിക്കൽ കമ്പോണൻ്റ് ഉണ്ട്. Then a transducer device, അത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ they will convert the chemical, physical and electrical signal to a signal which we can read. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്കൊരു റിസൾട്ട് തരുന്ന രീതിയിലുള്ള ഒരു സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു പാർട്ടും കൂടിയുണ്ട് ബയോസെൻസേഴ്സിന്. So this is an easy way of representation of components. We may have to determine or detect different types of analyte. ചിലപ്പോൾ അത് DNA ആയിരിക്കാം, RNA ആയിരിക്കാം, പ്രോട്ടീൻ ആയിരിക്കാം, എൻസൈം ആയിരിക്കാം, ഇങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ ഒരു അനലൈറ്റ് എന്ന് പറയുന്നത്. ഈ അനലൈറ്റ് ഒരു ബയോ റെക്കഗ്നേഷൻ എലമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ ബയോ റിസപ്റ്ററുമായിട്ട് റിയാക്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ബയോ സെൻസേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അത് ചിലപ്പോൾ ഒരു എൻസൈം ആയിരിക്കാം, DNA ആയിരിക്കാം, RNA ആയിരിക്കാം, ആൻറ്റിബോഡി ആയിരിക്കാം, ആൻറ്റിജൻ ആയിരിക്കാം, അങ്ങനെയുള്ള എന്ത് സാധനമായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഇതും അനലൈറ്റും നമ്മൾ കൊടുത്തിരിക്കുന്ന ബയോ റിസപ്റ്ററും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ സിഗ്നൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ പോർഷൻ അതിനെ ഒരു ഇലക്ട്രിക്കൽ എനർജി സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. അത് അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിഗ്നലായിട്ട് കമ്പോണൻ്റായിട്ട് ഒരു റീഡബിൾ പാരാമീറ്ററായിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് തരും എന്നുള്ളതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ there are 5 components in an biosensors. First one is analyte. അനലൈറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏത് സബ്സ്റ്റൻസിനെയാണോ സ്റ്റഡി ചെയ്യാൻ അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ പറയുന്ന പേരാണ് അനലൈറ്റ്. നമ്മളതിൻ്റെ സാമ്പിൾ എന്ന് പറയാം. ഇപ്പോൾ നമ്മളൊരു മുന്നേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളാണ് നമ്മൾ സ്ട്രിപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള ഗ്ലൂക്കോസ് ലെവൽ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. മെഷീനിൽ ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്യുന്നേ ഉള്ളൂ, നമുക്കൊരു റീഡിങ് അതിന് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സംബന്ധിച്ചോളം അനലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ സെക്കൻഡ് കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് ബയോ റിസപ്റ്റർ. ബയോ റിസപ്റ്റർ എന്ന് പറയുന്നത് അനലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യേണ്ട അനലൈറ്റിനെ സ്പെസിഫിക് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന മോളിക്യൂളിനെയാണ് ബയോ റിസപ്റ്റർ എന്ന് പറയുന്നത്. These are the molecule which specifically recognize the analyte. So we can use different type of analyte like enzyme, even cells, DNA or antibodies as a bioreceptor. Now
there is a reaction while using bioreceptor that is known as biorecognition. ബയോറിസപ്റ്ററുമായിട്ട് അനലൈറ്റ് കമ്പൈൻ ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന റിയാക്ഷനെ പറയുന്ന പേരാണ് ബയോ റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സിഗ്നൽ ജനറേഷൻ ഇൻ ലൈറ്റ്, പി എച്ച്, ഹീറ്റ്, ചാർജ്, മാസ് ചേഞ്ച് എക്സെട്ര. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫോമിലായിരിക്കാം അവിടെ ഉണ്ടാകുന്ന ഒരു സിഗ്നൽ ജനറേഷൻ. എപ്പോഴാണ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുക? അപ്പോൺ ഇൻ്ററാക്ഷൻ വിത്ത് അനലൈറ്റ്. ഓക്കെ, അപ്പോൾ അനലൈറ്റുമായിട്ട് റിയാക്ഷൻ നടക്കുന്ന സമയത്തുണ്ടാവുന്ന പ്രോസസ് ഓഫ് സിഗ്നൽ ജനറേഷനെ പറയുന്ന പേരാണ് ബയോ റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന സിഗ്നൽ എങ്ങനെയൊക്കെ ആയിരിക്കാം? ലൈറ്റ്, പി എച്ച്, ഹീറ്റ്, ചാർജ്, മാസ്, ഈ ഇത്രയും പാരാമീറ്റേഴ്സിലുള്ള എന്തെങ്കിലും ചേഞ്ച് ആയിരിക്കാം ഇവിടെ ഉണ്ടാവുന്ന സിഗ്നൽ ജനറേഷൻ എന്ന് പറയുന്നത്. Now coming to the third component, that is transducer. Okay, so this is the element which will convert one form of energy to another form. ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ലൈറ്റ് ചേഞ്ച് ആയിരിക്കാം, പി എച്ച് ചേഞ്ച് ആയിരിക്കാം, ഹീറ്റ് ചേഞ്ച് ആയിരിക്കാം, ചാർജിലുണ്ടാവുന്ന അല്ലെങ്കിൽ മാസിലുണ്ടാവുന്ന ചേഞ്ച് ആയിരിക്കാം. ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഇതിലുണ്ടായിരിക്കുന്ന ആ ചേഞ്ചിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കിയിട്ട് അല്ലെങ്കിൽ വേറൊരു എനർജി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സിഗ്നലാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന എലമെൻറ്റിനെയാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ആ കൺവേർഷനെയാണ് സിഗ്നലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് നമ്മളെ അനലൈറ്റിൻ്റെ എമൗണ്ടിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അനലൈറ്റിൻ്റെ എമൗണ്ട് കൂടുതലുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന സിഗ്നൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. നൗ കമ്മിങ് ടു ഫോർത്ത് കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ്. സോ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബയോ റെക്കഗ്നേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്, ലൈറ്റ് ചേഞ്ചസിനെ ട്രാൻസ്ഡ്യൂസർ ഒരു ഇലക്ട്രിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ അല്ലെങ്കിൽ ഒരു എനർജി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആ എനർജി ഫോമിലോട്ട് ട്രാൻസ്ഡ്യൂസ് ചെയ്തിട്ടുള്ള സിഗ്നലിനെ നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്ന രീതിയിലോട്ട് അതിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കമ്പോണൻറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. പ്രോസസ്ഡ് ട്രാൻസ്ഡ്യൂസ്ഡ് സിഗ്നൽ വിൽ ബി പ്രിപ്പയർഡ് ഫോർ ഇറ്റ്സ് ഡിസ്പ്ലേ. എന്താണ് ഇവിടെ യൂസ് ചെയ്യുക? വി വിൽ യൂസ് ഡിഫറെൻറ്റ് കോംപ്ലെക്സ് ഇലക്ട്രോണിക് സർക്യൂട്ട് which will perform signal conditioning such as amplification and conversion from analogs to digital form. ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്ന രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബയോസെൻസേഴ്സിൻ്റെ പാർട്ടിനെയാണ് ഇലക്ട്രോണിക് കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഫൈനലി ദ ഡിസ്പ്ലേ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എങ്ങനെയാണോ, ചിലപ്പോൾ അത് കമ്പ്യൂട്ടറിലായിരിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രിൻ്ററിലോട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം. So this is the user interpretation system. Okay, so these are the 5 different components of biosensors: analyte, bioreceptors, transducer, then electronic and display. So this is the simplest form of representation of the different components of the biosensors. We will use different analyte with an bioreceptor like enzyme, cells, aptamer, DNA and nanoparticles. So while reacting the bioreceptor with the analyte, there will be a reaction which is known as biorecognition in the form of changing light, heat, change in pH or change in mass. And this changing സിഗ്നൽ ഓർ സിഗ്നൽ ഒരു രീതിയിലുള്ള സിഗ്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ട്രാൻസ്ഡ്യൂസറാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഡ്യൂസർ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ബൈ യൂസിങ് ഡിഫറെൻ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ് ലൈക്ക് ഫോട്ടോ ഡയോഡ്, തെർമിസ്റ്റേഴ്സ്, പി എച്ച് ഇലക്ട്രോഡ് ഓർ ക്വാർട്സ് ഇലക്ട്രോഡ്സ്. ആൻഡ് ദിസ് പ്രോസസ് ഓഫ് signal formation is known as signalization, and this signal is converted to digital form and this is processed as a display. Okay, അപ്പോൾ ഈ ഒരു സിമ്പിൾ ഫിഗർ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും വരക്കേണ്ടതാണ്. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോമിൽ എന്തൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, പാർട്സുകൾ ഏതൊക്കെയാണ്, അവിടെ നടക്കുന്ന റിയാക്ഷൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഫിഗർ അവിടെ വരക്കുക എന്നുള്ളതാണ്. ഓക്കെ, നൗ കമ്മിങ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ബയോസെൻസേഴ്സ്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. Biosensors are operated based on the principle of signal transduction
when bioreceptor is allowed to interact with a specific analyte, and the transducer will measure this interaction and output a signal, and usually this signal intensity is proportional to the concentration, and finally the signal is then amplified and processed by electronic system. അപ്പോൾ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നതാണ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ബയോറിസെപ്റ്റർ അനലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന ഒരു സിഗ്നൽ ഫോർമേഷൻ അല്ലെങ്കിൽ ബയോ റെക്കഗ്നേഷനിലുണ്ടാവുന്ന ചേഞ്ചസ് ട്രാൻസ്ഡ്യൂസറാണ് അതിനെ ഒരു ഔട്ട്പുട്ട് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് കോൺസെൻട്രേഷനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ഇൻറ്റൻസിറ്റി ഓഫ് സിഗ്നൽ ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഫൈനലി നമുക്കത് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ ആംപ്ലിഫൈ ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇലക്ട്രോണിക് സിസ്റ്റം അതിനെ ആംപ്ലിഫൈ ചെയ്ത് ഡിസ്പ്ലേ സിസ്റ്റത്തിലോട്ട് അത് പാസ് ചെയ്യിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ബയോസെൻസേഴ്സ്. നൗ കമ്മിങ് ടു ദ വർക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സാമ്പിൾ തരുന്ന സമയത്ത് നമ്മൾ അതിൽ അനലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ അനലൈറ്റ്സിനെ ഒരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ വഴി അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യും. ആ സമയത്ത് അനലൈറ്റ് മാത്രമാണ് ഈ പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ വഴി അത് നമ്മൾ കൊടുക്കുന്ന സെൻസിങ് പാർട്ട് അല്ലെങ്കിൽ ബയോ റിസെപ്റ്ററുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുള്ളൂ. ആ സമയത്ത് നമുക്കൊരു ഒരു ചേഞ്ച് ഉണ്ടാവും, pH ചേഞ്ച് ആവും, ഹീറ്റ് ചേഞ്ച് ആവും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഉണ്ടാവുന്നത്. ഇനി ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ചേഞ്ചിനെ ട്രാൻസ്ഡ്യൂസറാണ് അതൊരു സിഗ്നൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ സിഗ്നലിനെ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് പാർട്സ് അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ പ്രോസസ്സിങ് നടത്തിയിട്ടാണ് നമുക്കൊരു ഡിസ്പ്ലേ ഒരു റെക്കോർഡറായിട്ട് അത് കിട്ടുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു പാസ് ദ അനലൈറ്റ് ത്രൂ ആൻഡ് മെംബ്രെയിൻ, ദെൻ വി ഹാവ് ടു make അല്ലെങ്കിൽ we will allow to react with the biological sensor like bio receptorമായിട്ട് ഈ സാമ്പിളിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി അലോ ചെയ്യും ടു yield and desired product. ആ കിട്ടുന്ന സാധനം ഒരു കെമിക്കൽ എൻഡൈറ്റി അല്ലെങ്കിൽ ഹീറ്റ് അല്ലെങ്കിൽ ചാർജ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അതിനെ ഒരു ട്രാൻസ്ഡ്യൂസർ അതിനെ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും, അതിനെ തിരിച്ച് റെക്കോർഡഡ് സിസ്റ്റത്തിലോട്ട് റെക്കോർഡ് ചെയ്യുന്ന രീതിയിലോട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ് വർക്കിങ്ങിൽ പറയാനുള്ളത്. ഓക്കെ, നൗ കമ്മിങ് ടു അഡ്വാൻറ്റേജസ് ഓഫ് ബയോസെൻസസ്. എന്തൊക്കെയാണ് കൺവെൻഷനലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബയോസെൻസേഴ്സിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്ലൂക്കോസിൻ്റെ ഡിറ്റർമിനേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ലാബിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ബ്ലഡ് എടുക്കണം, ആ ബ്ലഡിന് സെൻട്രിഫ്യൂഗ് ചെയ്യേണ്ടി വരും. സെൻട്രിഫ്യൂഗ് ചെയ്തിട്ട് അതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു റിയേജൻറ്റ് യൂസ് ചെയ്തിട്ടാണ് എത്രത്തോളം ഗ്ലൂക്കോസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ബയോസെൻസേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ദ പ്രോസസ് വിൽ ബി റാപ്പിഡ് ആൻഡ് കണ്ടിന്യൂസ്. പെട്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ദേ ആർ ഹൈലി സ്പെസിഫിക്, വെരി ലെസ് യൂസ് ഓഫ് റിയേജൻറ്റ് ഈസ് റിക്വയർഡ് ഫോർ കാലിബ്രേഷൻ, ഫാസ്റ്റ് റെസ്പോൺസ് ടൈം and ability to measure non-polar molecule that cannot be estimated by conventional devices. So these are the advantages of biosensors. Now coming to the types of biosensors. ഇപ്പോൾ ഇത് മാത്രമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് എക്സാമിനേഷനിൽ. ഇപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ബയോസെൻസേഴ്സിൻ്റെ ടൈപ്പിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ദ ട്രാൻസ്ഡ്യൂസർ യൂസ്ഡ് ആൻഡ് ബേസ്ഡ് ഓൺ ദ റെക്കഗ്നേഷൻ എലമെൻറ്റ് യൂസ്ഡ്. നമ്മൾ ഫിഗർ പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇവിടെ ബയോ റിസെപ്റ്ററായിട്ട് എൻസൈം, സെൽ, DNA, നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഡ്യൂസറായിട്ട് ഇതുപോലെ ഫോട്ടോ ഡയോഡ്, തെർമിസ്റ്റർ, pH ഇലക്ട്രോഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബയോസെൻസേഴ്സിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഓൺ ദ ബേസിസ് ഓഫ് ട്രാൻസ്ഡ്യൂസർ യൂസ്ഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓൺ ദ ബേസ്ഡ് ഓഫ് റെക്കഗ്നേഷൻ എലമെൻറ്റ് യൂസ്ഡ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ട്രാൻസ്ഡ്യൂസറായിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് ഇലക്ട്രോഡ്സ് എന്നുള്ളതിനനുസരിച്ച് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇലക്ട്രോ കെമിക്കൽ ബയോസെൻസേഴ്സ്, ഒപ്റ്റിക്കൽ ബയോസെൻസേഴ്സ്, കലോറിമെട്രിക് ബയോസെൻസേഴ്സ്, ഈസോ ഇലക്ട്രിക് ബയോസെൻസേഴ്സ് ആൻഡ് തെർമോ ഇലക്ട്രിക് ബയോസെൻസേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഒപ്റ്റിക്കൽ ബയോസെൻസേഴ്സ്. പേര് പറയുന്ന പോലെ തന്നെ
ഒപ്റ്റിക്കൽ മെഷർമെൻറ്റ് പ്രിൻസിപ്പിളായിട്ടാണ് ഈ ബയോസെൻസേഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഒപ്റ്റിക്കൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മെഷർമെൻറ്റ് എന്തൊക്കെയാണ്? വി ക്യാൻ റീഡ് സം ചേഞ്ചസ് ഇൻ അബ്സോർബൻസ്, ഫ്ലൂറസെൻസ് ആൻഡ് ലൂമിനസെൻസ്. ഇപ്പോൾ അനലൈറ്റും ബയോ റിസപ്റ്ററും ബൈൻഡ് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന അബ്സോർബൻസിലുണ്ടാവുന്ന ചേഞ്ച്, അല്ലെങ്കിൽ ഫ്ലൂറസെൻസിലുണ്ടാവുന്ന ചേഞ്ച്, ലൂമിനസെൻസിലുണ്ടാവുന്ന ചേഞ്ച് മെഷർ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ബയോസെൻസേഴ്സുകൾ വർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന റെക്കഗ്നേഷൻ എലമെൻ്റ് അല്ലെങ്കിൽ ബയോ റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? എൻസൈംസും ആൻറ്റിബോഡീസും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ ബയോ റിസപ്റ്റർ അല്ലെങ്കിൽ റെക്കഗ്നേഷൻ എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ വി മേ ഹാവ് ടു യൂസ് ലൈറ്റ് സോഴ്സ്, numerous optical component to generate light beam with the specific characteristic, and modified sensing head along with the photo detectors. And we will use fiber optics and optoelectronics transducer as a transducer element. ഇപ്പോൾ ഇവിടെ രണ്ട് കമ്പോണൻ്റ്, ഒന്ന് റെക്കഗ്നേഷൻ എലമെൻ്റ് ആയിട്ട് എൻസൈം ആൻറ്റിബോഡീസുകൾ യൂസ് ചെയ്യാം, ട്രാൻസ്ഡ്യൂസർ എലമെൻ്റ് ആയിട്ട് ഫൈബർ ഒപ്റ്റിക്സ് അല്ലെങ്കിൽ optoelectronic transducer ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഒപ്റ്റിക്കൽ ബയോസെൻസർ. നൗ കമ്മിങ് ടു ദ ആംബിറോമെട്രിക് ബയോസെൻസേഴ്സ്. ഇലക്ട്രോണിക് ബയോസെൻസേഴ്സിൽ, ഇലക്ട്രോ കെമിക്കൽ ബയോസെൻസേഴ്സിൽ രണ്ട് രീതിയിലുള്ള ബയോസെൻസേഴ്സുകൾ നമ്മൾ പറഞ്ഞു, ആംബിറോമെട്രിക്, പൊട്ടൻഷ്യോമെട്രിക് എന്ന് പറഞ്ഞിട്ട്. അതിൽ ആംബിറോമെട്രിക് ബയോസെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംബിയർ മെഷർ ചെയ്യുന്ന ബയോസെൻസേഴ്സിനെയാണ് ആംബിറോമെട്രിക് ബയോസെൻസർ എന്ന് പറയുന്നത്. ആംബിയർ എന്തിൻ്റെ യൂണിറ്റാണ്? കറണ്ടിൻ്റെ യൂണിറ്റാണ്. സോ അവിടെ ബയോ റിസപ്റ്ററും അനലൈറ്റും ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കറണ്ട് ഫോർമേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ബയോസെൻസേഴ്സുകൾ വർക്ക് ചെയ്യുന്നത്. ബൈ ഗിവിങ് എ കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുത്തിട്ട് അവിടെ ഉണ്ടാവുന്ന കറണ്ടിലുണ്ടാവുന്ന ചേഞ്ച് മെഷർ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ബയോസെൻസേഴ്സ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന കറണ്ടിലുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് അനലൈറ്റിൻ്റെ കോൺസെൻട്രേഷനോട് റിലേറ്റഡ് ആണ്. അനലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ചേഞ്ചിൻ്റെ കറണ്ട് ചേഞ്ചിലുണ്ടാവുന്ന ആ ഒരു ചേഞ്ച് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നൗ വാട്ട് ആർ ദ കോമൺലി യൂസ്ഡ് ഇലക്ട്രോഡ്സ് ഇൻ ആംബിറോമെട്രിക്? നോബിൾ മെറ്റൽ ലൈക്ക് ഗോൾഡ്, ടൈറ്റാനിയം, നിക്കൽ, ഇൻഡിയം ടിൻ ഓക്സൈഡ് ഓർ കാർബൺ, ഇങ്ങനെയുള്ള സംഗതികളാണ്. ഇതിൻ്റെ മുകളിൽ ബയോ റിസപ്റ്ററുമായിട്ട് കോട്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡ്സുകളാണ് ബയോസെൻസേഴ്സുകളായിട്ട് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആംബിറോമെട്രിക് ബയോസെൻസേഴ്സ് എന്ന് പറയുന്നത്. നൗ കമ്മിങ് ടു പൊട്ടൻഷ്യോമെട്രിക് ബയോസെൻസേഴ്സ്. പേര് പറയുന്ന പോലെ തന്നെ പൊട്ടൻഷ്യലാണ് ഇവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് കൊടുത്തിട്ട് അവിടെ ഉണ്ടാവുന്ന കോൺസ്റ്റൻറ്റ് കറണ്ട് കൊടുത്തതിന് ശേഷം അനലൈറ്റും ബയോ റിസപ്റ്ററും ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ബയോസെൻസേഴ്സുകൾ യൂസ് ചെയ്യുന്നത്. ഹിയർ പൊട്ടൻഷ്യോമെട്രിക് ബയോസെൻസേഴ്സ് വിൽ മെഷർ സ്പീഷീസ് സച്ച് ആസ് pH, H+, NH+, and other ion as well as biomolecules including glucose, urea and penicillin. And one of the important examples of potentiometric biosensor is ion selective field effect transistor. Okay, അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. പൊട്ടൻഷ്യോമെട്രിക് ബയോസെൻസേഴ്സിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. നൗ കമ്മിങ് ടു നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബയോസെൻസേഴ്സ്, ദാറ്റ് ഈസ് നോൺ ആസ് അക്കോസ്റ്റിക് വേവ് ബയോസെൻസേഴ്സ് ഓർ പീസോ ഇലക്ട്രിക് ബയോസെൻസേഴ്സ്. ഇവിടെ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് കോഡ്സ്, ക്രിസ്റ്റൽ പോലെയുള്ള പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ടു ജനറേറ്റ് അക്കോസ്റ്റിക് വേവ്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിബോഡി അല്ലെങ്കിൽ എന്താണോ അനലൈറ്റ് ബയോ റിസപ്റ്റർ, അത് ഈ അതിൻ്റെ ആൻറ്റിബോഡിയുമായിട്ട് കോട്ട് ചെയ്തിട്ടുള്ള സർഫസ്, ഈ ഒരു പീസോ ഇലക്ട്രിക് കമ്പോണൻറ്റിൻ്റെ മുകളിൽ കോട്ട് ചെയ്തിട്ടുള്ള ആൻറ്റിയുമായിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആൻറ്റിജൻ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അനലൈറ്റ് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി ആൻ ഇൻക്രീസിങ് മാസ്. ഒരു ആൻറ്റിജൻ മാത്രമുള്ള സ്ഥലത്തോട്ട് ആൻറ്റിബോഡിയും കൂടി വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ആൻറ്റിജൻ ആൻറ്റിബോഡിയുടെ കോംപ്ലക്സ് വലുതാവുന്ന സമയത്ത് അതിൻ്റെ മാസ് കൂടും. അപ്പോൾ സാധാരണഗതിയിൽ
ഈ കോഡ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് വൈബ്രേഷൻ ഫ്രീക്വൻസി കാണിക്കുന്ന ഒരു മെറ്റീരിയൽ, അങ്ങനെയുള്ള വേവ് പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സാധനങ്ങളാണ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്, ആ ഒരു ഫ്രീക്വൻസിയിൽ കുറവ് വരും. അപ്പോൾ ഈ ചേഞ്ച് ഇൻ വൈബ്രേഷണൽ ഫ്രീക്വൻസി മെഷർ ചെയ്തിട്ടാണ് എത്രത്തോളമാണ് അല്ലെങ്കിൽ ഏതാണ് എത്രത്തോളം കോൺസെൻട്രേഷൻ ഓഫ് ആൻറ്റിജൻ ആണ് ഉള്ളത് എന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വൈബ്രേഷണൽ ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ചേഞ്ചിനെ മെഷർ ചെയ്തിട്ടാണ് എത്രത്തോളമാണ് സാമ്പിൾ സൊല്യൂഷനിലുള്ള ആൻറ്റിജൻ ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കോഡ്സ് ക്രിസ്റ്റലിൻ്റെ മുകളിൽ ആൻറ്റിബോഡി കോട്ടഡ് വിത്ത് ദിസ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ലേ, അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒരു അനലൈറ്റിനെ പാസ് ചെയ്യിക്കുന്ന സമയത്ത് ആ അനലൈറ്റിലുള്ള അല്ലെങ്കിൽ ആ സാമ്പിളിലുള്ള കോംപ്ലിമെൻ്ററി ആൻറ്റിജൻ ഇതുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്രീക്വൻസി, വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ ഉണ്ടാവുന്ന റിഡക്ഷൻ എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്തിട്ടാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ബയോസെൻസേഴ്സ് ഈസ് മാഗ്നറ്റിക് ബയോസെൻസേഴ്സ്. This is a miniaturized biosensor detecting magnetic, micro and nanoparticle in microfluidic channel using magneto-resistant effect that have great potential in the term of sensitivity as well as size. അതിൻ്റെ മാഗ്നറ്റിക് റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടി മെഷർ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ബയോസെൻസേഴ്സുകൾ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, now coming to next type of biosensor, that is thermal biosensors or calorimetric biosensors. Most of the reactions in അതായത് ഈ കലോറിമെട്രിക് ബയോസെൻസേഴ്സിലും ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനലൈറ്റും ബയോ റിസപ്റ്ററും ബൈൻഡ് ചെയ്യുന്ന റിയാക്ഷൻസുകൾ പൊതുവേ അത് എക്സോതെർമിക് റിയാക്ഷൻസുകളാണ്. റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള റിയാക്ഷൻസുകളാണ് ഈ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസുകളൊക്കെ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഹീറ്റ് ചേഞ്ച് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്, തെർമൽ ചേഞ്ചസ് എത്രത്തോളം ഉണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ബയോസെൻസർ എത്രത്തോളം കലോറി അവിടെ ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ മെഷർ ചെയ്തിട്ടാണ് ഈ തെർമൽ ബയോസെൻസേഴ്സ് അല്ലെങ്കിൽ കലോറിമെട്രിക് ബയോസെൻസേഴ്സുകൾ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, now coming to second classification, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ബയോസെൻസേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് റെക്കഗ്നേഷൻ എലമെൻ്റ് ആണ്. റെക്കഗ്നേഷൻ എലമെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന ബയോ റിസപ്റ്റർ എൻസൈമാറ്റിക് ബയോസെൻസേഴ്സുകളാണെങ്കിൽ, എൻസൈമാറ്റിക് സബ്സ്റ്റൻസുകളാണെങ്കിൽ അങ്ങനെയുള്ള ബയോസെൻസേഴ്സിനെ എൻസൈമാറ്റിക് ബയോസെൻസേഴ്സ് എന്ന് പറയും. DNA ഓർ RNA ആണെങ്കിൽ അങ്ങനെ ബയോസെൻസേഴ്സ്. ഇമ്മ്യൂണോ സപ്രസൻ, ആൻറ്റിബോഡി, ആൻറ്റിജൻ ബയോമാർക്കേഴ്സുകളാണെങ്കിൽ ദെൻ whole cell sensors, then microbial biosensors. These are some examples of biosensors types on the basis of recognition elements. Now first one is enzyme biosensors. Here enzyme is used as a recognition element. Enzyme എന്ന് പറയുമ്പോൾ ആസ് സച്ച് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യുക ഇമ്മൊബിലൈസ്ഡ് ഫോമിലുള്ള എൻസൈംസുകളാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് എൻസൈം വിച്ച് ക്യാൻ ബി used as an recognition element: oxidol reductase, polyphenol oxidase, peroxidase and amino oxidase. Okay, now coming to second type of biosensors, whole cell biosensors. ടിഷ്യൂ ആസ് സച്ച് നമ്മൾ എടുത്തിട്ട് ബയോസെൻസറുകളായിട്ട് ആക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബയോ റിസപ്റ്ററായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആരാണ് മ്യൂട്ട് ചെയ്യാതിരിക്കുന്നത്? ആയിഷ ഒന്ന് മ്യൂട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്ന അനലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടിഷ്യൂവിൻ്റെ ഇൻഹിബിറ്ററോ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു സബ്സ്ട്രേറ്റോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഹോൾ സെൽ ബയോസെൻസർ എന്ന് പറയുന്നത്. നൗ മൈക്രോബിയൽ ബയോസെൻസർ, ഇവിടെ യൂസ് ചെയ്യുന്ന ബയോ റിസപ്റ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെക്കഗ്നേഷൻ എലമെൻ്റ് എന്ന് പറയുന്നത് ഒരു മൈക്രോ ഓർഗാനിസം ആയിരിക്കാം. ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് ബയോസെൻസേഴ്സ്. ഇപ്പോൾ ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്ന ഒരു അനലൈറ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈക്കൊളെ എന്ന് പറയുന്ന എസ്ക്രഷ്യ എന്ന് പറയുന്ന ഓർഗാനിസമാണ് അവിടെ ബയോ റെക്കഗ്നേഷൻ എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസർ എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യോമെട്രിക് മെത്തേഡാണ്.
ഓക്കെ. അതുപോലെ അമോണിയ, നൈട്രോമോണാസ് സ്പീഷീസ് ആണ് അവിടെ യൂസ് ചെയ്യുന്ന എലമെൻ്റ് എന്ന് പറയുന്നത്. ആംബിറോമെട്രിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ബയോസെൻസേഴ്സുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ സം എക്സാമ്പിൾസ്. നൗ കമ്മിങ് ടു ഇമ്മ്യൂണോ സെൻസേഴ്സ്. ഇമ്മ്യൂണോളജിക്കൽ പ്രിപ്പറേഷൻസുകളാണ് ബയോ റിസപ്റ്റർ അല്ലെങ്കിൽ റെക്കഗ്നേഷൻ എലമെൻറ്റുകളായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻറ്റിബോഡി വിച്ച് ഹാവ് ഹൈ അഫിനിറ്റി ടുവാർഡ്സ് റെസ്പെക്റ്റീവ് ആൻറ്റിജൻ. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഒരു ആൻറ്റിജനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആൻറ്റിബോഡി യൂസ് ചെയ്യണം. നേരെ തിരിച്ചാണ്, ഒരു ആൻറ്റിബോഡിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ആൻറ്റിജനാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റെക്കഗ്നേഷൻ എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. They will bind with the pathogen, toxin and interact with the component of host immune system. Okay. Now DNA biosensors. DNA ആശ്രയിച്ച് നമ്മളൊരു ബയോ റെക്കഗ്നേഷൻ അല്ലെങ്കിൽ ബയോ റിസപ്റ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡുമായിട്ടായിരിക്കും ഇത് ബൈൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ഫോം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു റിയാക്ഷൻ ആയിരിക്കും അവിടെ ബയോ റിസപ്റ്ററിൽ നടക്കുന്നുണ്ടാവുക. അനലൈറ്റും ബയോ റിസപ്റ്ററായിട്ട് DNA യൂസ് ചെയ്യുന്ന സമയത്ത് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്ട്രാൻഡുമായിട്ട് ഒരു സ്ട്രോങ് സ്റ്റേബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോസെൻസേഴ്സ്. അപ്പോൾ ബയോസെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ കമ്പോണൻസുകൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു, അതിൻ്റെ അഡ്വാൻറ്റേജും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോസെൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ കമ്മിങ് ടു ദ ആപ്ലിക്കേഷൻ. എന്തൊക്കെയാണ് ബയോസെൻസേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് എന്നുള്ളതാണ്. അതിൽ മെയിനായിട്ട് 5 ഹെഡിങ്ങുകളിലായിട്ട് നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻസുകൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇൻ ഫുഡ് പ്രോസസ്സിംഗ്, മോണിറ്ററിങ്, ഫുഡ് ഒതൻറ്റിസിറ്റി ആൻഡ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി. അതായത് ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ബയോസെൻസേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ബയോസെൻസേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ഏജിങ് ഓഫ് ദി ബീർ. അത് എത്രത്തോളം സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഏജ് വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ പറയുന്ന ബീവറേജസുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതാണ്. വൈൻസ് എന്ന് പറയുന്ന സാധനങ്ങളാണെങ്കിലും അതിൻ്റെയൊക്കെ കപ്പാസിറ്റി, ആൽക്കഹോളിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കും ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടക്കുന്നതിനനുസരിച്ച്. അപ്പോൾ അതിൽ എത്രത്തോളം ഏജിങ് നടന്നിട്ടുണ്ടെന്നൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബയോസെൻസേഴ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. എൻസൈമാറ്റിക് ബയോസെൻസേഴ്സ് ബേസ്ഡ് ഓൺ കൊബാൾട്ട്, phthalocyanin is used for the detection of aging of the beer. Second one is detection of pathogen in the food. For example, വെജിറ്റബിളിൽ സാധാരണ കാണുന്ന ഒരു ഓർഗാനിസമാണ് ഈക്കോളെ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടൻഷ്യോമെട്രിക് മെത്തേഡ് വഴി അല്ലെങ്കിൽ പൊട്ടൻഷ്യോമെട്രിക് ആൾട്ടറിങ് ബയോസെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന pH ചേഞ്ച് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഒരു മെത്തേഡ്. അപ്പോൾ അങ്ങനെയുള്ള പൊട്ടൻഷ്യോമെട്രിക് ബയോസെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് pH ചേഞ്ച് മെഷർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിയേസ് ഈക്വളി ആൻറ്റിബോഡി കോഞ്ചുഗേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ആ കോഞ്ചുഗേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന pH ചേഞ്ച് എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ആപ്ലിക്കേഷൻ. നൗ കമ്മിങ് ടു തേർഡ് വൺ, ടു ഡിറ്റർമൈൻ ദ ക്വാളിറ്റി ഓഫ് ദി ഫുഡ് ഓർ ഫ്രഷ്നെസ് ഓഫ് ദി മീറ്റ് ആസ് വെൽ ആസ് ഫിഷ്. എത്രത്തോളം പഴകിയ സാധനമാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഈ സാധാരണഗതിയിൽ മീറ്റ്, ഫിഷിൻ്റെ ഒക്കെ പുട്രിഫിക്കേഷൻ അല്ലെങ്കിൽ ഡീകോമ്പോസിഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേക കെമിക്കൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കെമിക്കലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ബയോ റിസപ്റ്റർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഫ്രഷ്നെസ് ഉണ്ട് എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് ഈസ് ആൾസോ എംപ്ലോയിഡ് ഇൻ ഡയറി ഇൻഡസ്ട്രി. മിൽക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ചീസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് എത്രത്തോളം ഡീകമ്പോസിഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻ ഫുഡ് ഇൻഡസ്ട്രി. Now coming to second application of biosensors in industrial and fermentation industry. അപ്പോൾ ഇൻഡസ്ട്രിയലിൽ നമുക്ക് അത്രയും ബൾക്ക് എമൗണ്ടിലാണ് നമ്മളിത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവുക. ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് ആയാലും കെമിക്കൽ സിന്തസിസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് ആയാലും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ ഓരോ സമയത്തും കുറച്ച് സാമ്പിൾ എടുത്ത് കെമിക്കൽ അസേ വഴിയൊക്കെ അസേ നടത്തുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോൺസെൻട്രേഷൻ ഓഫ് അയോൺ
ഡിഫറെൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കുന്ന സമയത്ത്, കൾച്ചർ മീഡിയ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അയോൺസിൻ്റെ കോൺസെൻട്രേഷനൊക്കെ അസേ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഫൈനൽ പ്രൊഡക്റ്റ്, ഡിസൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എത്രത്തോളം ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രൊഡക്ഷനാണെന്ന് വിചാരിക്കുക, അത് ഫെർമെൻറ്റേഷൻ വഴിയാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് തന്നെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൽ നമ്മളൊരു മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള റോ മെറ്റീരിയൽസിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട ആൻറ്റിബയോട്ടിക്കുകൾ സിന്തസിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സിന്തസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഒരു ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓർഗാനിസത്തിനെ തന്നെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഡിസൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനും ഉണ്ടാവുന്നതിനനുസരിച്ച് അതിനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കാനൊക്കെ ഇതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ബയോസെൻസേഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Now coming to third application in environmental field, biosensors സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എൻവിറോൺമെൻറ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് പൊല്യൂഷൻ ഇൻസ് വാട്ടർ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, പെസ്റ്റിസൈഡ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ബൈ യൂസിങ് പൊട്ടൻഷ്യോമെട്രിക് ബയോസെൻസേഴ്സ്, അനാലിസിസ് ഓഫ് വാട്ടർ പൊല്യൂട്ടൻ ഫ്രം ഹെർബിസൈഡ് ബൈ യൂസിങ് ആംബിറോമെട്രിക് ബയോസെൻസേഴ്സ്, ദെൻ റിമോട്ട് സെൻസിങ് ഓഫ് അഡ്മിക്സ്ചർ ഓഫ് മൈൻ ഗ്യാസസ്, മൈൻസിലൊക്കെ ഉണ്ടാവുന്ന ഗ്യാസ് ഫോർമേഷൻ, മീഥെയിൻ പോലുള്ള ഗ്യാസൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മോണിറ്ററിങ് ഓഫ് ടോക്സിക് ഗ്യാസസ് ഇൻ കെമിക്കൽ ഇൻഡസ്ട്രി ആസ് വെൽ ആസ് ഇൻ വാർ കണ്ടീഷൻ, ദെൻ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ ക്യാൻ ബി ഡിഫൈൻഡ് ബൈ microbes biosensors with cells of types of Nitromona species. So these are the different applications of biosensors in environmental field. Now coming to the medical field, മെഡിക്കൽ ഫീൽഡിലും നമ്മൾ ബയോസെൻസേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവിടെ നടക്കുന്നൊരു, നമ്മൾ കൊടുക്കുന്ന ബ്ലഡിലുള്ള ഗ്ലൂക്കോസും നമ്മൾ ബയോ റിസപ്റ്ററായിട്ട് എടുത്തിരിക്കുന്ന ഒരു എൻസൈമുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു സിഗ്നൽ ഫോം ചെയ്യുന്നുണ്ട്. ആ സിഗ്നലിനെയാണ് നമുക്ക് ഡിജിറ്റലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ക്ലിനിക്കൽ അനാലിസിസിലാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് ഓഫ് കാർഡിയാക് മേക്കേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർഡിയാക് ഡിസീസസിൽ ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് കാർഡിയാക് മീഡിയേറ്റേഴ്സ്, കാർഡിയാക് മാർക്കേഴ്സ് അതിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ മെഷർമെൻറ്റ് ഓഫ് മെറ്റബോളൈറ്റ്സ് വിച്ച് വിൽ ഇൻഡിക്കേറ്റ് ആസ് എ പാത്തോജനിക് പാരാമീറ്റർ ഓർ മെറ്റബോളിക് ഡിസ്റ്റർബൻസ്, ലൈക്ക് ഗ്ലൂട്ടമേറ്റ്, അസറ്റൈൽ കോളിൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ബോഡിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡീജനറേറ്റീവ് ഡിസീസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് മെഷർമെൻറ്റ്സുകളാണ് അല്ലെങ്കിൽ മെറ്റബോളൈറ്റ്സുകളാണ്. അപ്പോൾ അതിനൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ early stage detection of human interleukin by using hafnium oxide, then to monitor susceptibility of chemotherapeutic agent, to monitor respiratory gas like in case of medical oxygen, organ replacement procedure like artificial pancreas, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി ബയോസെൻസേഴ്സ് യൂസ് ചെയ്യാം. ഇനി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ബയോസെൻസേഴ്സിനുള്ള എക്സാമ്പിളാണ്. ഒന്ന് നമ്മൾ ഗ്ലൂക്കോസിൻ്റെ സ്ട്രിപ്സ് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു. രണ്ടാമത്തതാണ് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് എന്ന് പറയുന്ന സംഗതി. യൂറിൻ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യിക്കുന്ന സമയത്ത് ഇതിൽ ഈ റിയാക്ഷൻ നടന്ന് HG ഹ്യൂമൻ കോറിയോണിക് ഹോർമോൺ എന്ന് പറയുന്ന ആ ഒരു ഹോർമോണിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, യൂറിനിലുള്ള അതിൻ്റെ ലെവൽ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ്സുകളൊക്കെ ബയോസെൻസേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ബയോസെൻസേഴ്സിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പാർക്കാണ് അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷനാണ് ലാബ് ഓൺ ചിപ്പ് എന്ന് പറയുന്നത്. ലാബ് ഓൺ ചിപ്പ് എന്ന് പറയുന്നത് ദീസ് ആർ ആൻഡ് ഡിവൈസസ് ദാറ്റ് ഇൻ്റഗ്രേറ്റ് on or several laboratory function on a chip of only few millimeter to few square centimeter in size. Usually this lab on chip integrate microfluids, nanosensors, microelectricals, biochemistry and electronic component on the same chip. അപ്പോൾ ഇത്രത്തോളം ചെറിയൊരു ചിപ്പിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് എന്തെങ്കിലും മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ റിയേജൻസുകൾ ആവശ്യമുണ്ട്. അത് മാനുവലായിട്ട് ചെയ്യേണ്ടതാണ്. ഈ ലാബ് ഓൺ ചിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റ ചിപ്പിൽ തന്നെ
ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഒരുമിച്ച് നടക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് ബ്ലഡിൻ്റെ സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്ലഡിൻ്റെ സാമ്പിളിൽ നിന്ന് അതിനെ ആവശ്യമായിട്ടുള്ള സാധനത്തിന് എക്സ്ട്രാക്ഷൻ നടത്തി അതുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ്റെ റിയേജൻസുകളൊക്കെ ചിപ്പിൽ തന്നെ ആഡ് ചെയ്ത് കിട്ടുന്ന സാധനത്തിനെ PCR-നെ അതിനെ ആംപ്ലിഫൈ ചെയ്തതിന് ശേഷം അതിനെ ഡിറ്റക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ളൊരു കൺസെപ്റ്റാണ് ലാബ് ഓൺ ചിപ്പ് എന്ന് പറയുന്നത്. കൂടുതൽ ബയോസെൻസേഴ്സ്, ഒന്നിൽ കൂടുതൽ ബയോസെൻസേഴ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒറ്റ ചിപ്പിൽ, ലൈക്ക് ഫ്യൂ മില്ലിമീറ്റർ ടു ഫ്യൂ സ്ക്വയർ സെൻറ്റിമീറ്റർ, അത്രത്തോളം ചെറിയ സാധനമാണ്. ഒരു വിരലിൻ്റെ അതിനേക്കാളും ഒരു സ്റ്റാമ്പിൻ്റെ സൈസിലൊക്കെ ഉള്ള 1 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ചെറിയ ചിപ്പിൻ്റെ മുകളിൽ ഇതുപോലെയുള്ള ഫങ്ഷൻസിനെ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ബയോസെൻസേഴ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ. ഏറ്റവും കൂടുതൽ റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ബയോസെൻസേഴ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് HIV ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സ്ട്രിപ്സുകളുടെ ഒക്കെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ HIV ഡിറ്റക്റ്റ് ചെയ്യുന്ന സമയത്ത് ELISA ടെസ്റ്റ് എന്ന് പറഞ്ഞതാണ് സാധാരണ നമ്മൾ നടത്താറുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു സ്ട്രിപ്പിലോട്ട് ഈ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ബ്ലഡ് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന രീതിയിലോട്ടൊക്കെ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അതിൻ്റെ കൂടെ ഒന്ന് പറയുകയാണ്, അതിൻ്റെ അപ്ലിക്കേഷൻസുകളാണ്. So these are some other wireless implantable medical devices which are used in human body: cochlear implants, cardiac defibrillator or pacemaker, insulin pump, foot door implants, then gastric stimulator, deep brain neuro stimulator. ഇങ്ങനെയുള്ള കുറേ അപ്ലിക്കേഷൻസ് മെഡിക്കൽ ഡിവൈസസുകളും ഇംപ്ലാൻസുകളായിട്ട് ബയോസെൻസേഴ്സുകളൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, so that is all about the biosensors. with exam point of view വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്ലിക്കേഷനും ടൈപ്സ് ഓഫ് ബയോസെൻസേഴ്സുമാണ്. Hope it is clear. Thank you for your patient listening.